ഇത് ഒരു അടിപൊളി മത്തങ്ങ രസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ രസം കഴിക്കാനായിട്ട്. ചൂട് ചോറിന്റെ കൂടെ ഈ ചൂട് രസം കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രസം അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാട്ടോ. മത്തങ്ങ കൂടെ ചേർക്കുമ്പോൾ പിന്നെ പറയേ വേണ്ട കേട്ടോ. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കും. വേറെ ഒന്നുമില്ല, ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും സാധനങ്ങൾ ചതച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക, മത്തങ്ങ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഇനി പൊടികൾ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് കുരുമുളകും ജീരകവും പൊടിച്ചതും അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും പൊടികളെല്ലാം കൂടി നമ്മൾ വേറൊരു പാനിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെക്കുക അവിടെ. ഇനി വെന്ത് വന്നിട്ടുള്ള മത്തങ്ങ തക്കാളിയിലേക്ക് 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കുക. പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതിൽ മത്തങ്ങ കൂടി ഇടുന്നത് കൊണ്ട് ഒന്നും പറയാനില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ആണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെ ഈ മത്തങ്ങ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.